എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മകരപ്പത്താണ്. അതുപോലെ തന്നെ നാളെ കൂടെയാണെന്ന് ഭയങ്കര പരിപാടിയാണ് ഇവിടെ. ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാല്ലേ. പിന്നെ അപ്പൊ ഇവിടെ ഉത്സവത്തിന്റെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 മണി മുതൽ എഴുന്നേൽപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദേശക്കാരും ഉത്സവങ്ങൾ കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കതിന്റെ കാഴ്ചകൾ അതായത് കരിക്കാലിയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ വൈലി അമ്പലങ്ങൾ എല്ലാ അമ്പലങ്ങളും ഉത്സവങ്ങളായി ഉത്സവമാണ്. അതെ, ഇപ്പൊ ആന പറഞ്ഞു വരുന്നുണ്ട്, അതുപോലെ കാവടി ഉണ്ട്, പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ആനയുണ്ട്. പിന്നെ ഓരോ കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കരിങ്കാലിയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഇനിതാ കാവടി വരുന്നുണ്ട്. ക്ലബ്ബുകളൊക്കെ ദേശപ്പൂരം എന്നൊക്കെ പറയും. ദേശപ്പൂരം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ വെളിച്ചപ്പാട് തുള്ളിയിട്ട് അരിയറാണ് ഉള്ളത്. എല്ലാവർക്കും അനുഗ്രഹിക്കുന്നതാണ് വെളിച്ചപ്പാട്. അരിയർ എന്നാണ് ഇത് പറയാം. പറ കഴിഞ്ഞതിന് ശേഷം വെളിച്ചപ്പാട് നടക്കെ പോയി തുള്ളി വന്ന് അരി എടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. നല്ലൊരു അനുഭവമാണ് നമ്മുടെ അമ്പലത്തിലേത്. മഞ്ഞളും തൊട്ടുമ്പോൾ ഒക്കെ കൂടി മിക്സ് ആയതായിട്ട് അത് വാരിയെടുക്കുകയാണ്. വാരിയെടുക്കുമ്പോൾ നല്ല മഞ്ഞളുടെ നല്ല സ്മെല്ലുണ്ട്. ഒറിജിനൽ മഞ്ഞൾ പൊടിച്ചാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് മഞ്ഞളുടെ. ഒറിജിനൽ മഞ്ഞപ്പൊടിയാ. സൂപ്പർ മഞ്ഞപ്പൊടി. ഒറിജിനൽ കേട്ടാവൂല്ലേ? മഞ്ഞള് ഒറിജിനൽ പൊടിച്ചാണ്. ഇവിടെ നാരായണംകുളങ്ങര ഉത്സവം എന്ന് പറഞ്ഞാല് മേലേക്കാവല ഭഗവതിയുണ്ട്, അതേപോലെ തന്നെ താഴേക്കാവല ഭഗവതി. രണ്ടും ഒരു ദിവസമാണ് ഉത്സവം. അത് മകരപ്പത്ത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവം കഴിഞ്ഞ വർഷം ഇതിലായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വന്നിരുന്നു. കാഴ്ചകളൊക്കെ ഇപ്പോഴും ഏകദേശമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അതിങ്ങനെ അന്ത്യം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ എത്താനുണ്ട്. അപ്പൊ അത് ഉഷാറാവും. നല്ല ആട്ടവും പാട്ട അടിച്ച് പൊളിക്കരുത് നമ്മളൊക്കെ. ഓക്കെ, അപ്പൊ പൂരം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നു. പുറത്തിറങ്ങിയപ്പോ ഇവിടെ മൊത്തം കടകളും കാഴ്ചകളും നിങ്ങളെല്ലാവരും കണ്ട മുന്നത്തെ വീഡിയോയിലൊക്കെ. അതേപോലെ മൊത്തം കടകളും കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ്. കുറെ
വഴിയോര കച്ചവടങ്ങൾ. ഐസ്ക്രീമും അതുപോലത്തെ പൂരത്തിനൊക്കെ നമുക്ക് എല്ലാം കാണാം അല്ലേ? പിന്നല്ലേ നമുക്ക് എന്തെങ്കിലും പൊരി, ആറാമ്പറ്, അലുവ, അതൊക്കെ ഒരു രസമല്ലേ? അലുവ കട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ കഷ്ണം ആറാമ്പറും പിടിക്കുക, എന്നിട്ട് പൊരിയിലിട്ടാണ് മുക്കുക, എന്നിട്ട് തിന്നുക. എന്താ ടേസ്റ്റ് അറിയാം. സൂപ്പർ പരിപാടിയാണ്. ഇപ്പൊ ഒരു ആന പോയിട്ടുണ്ട്, ഒരാന പോയി. ഉത്സവം കഴിഞ്ഞു പരിപാടി വന്നിരിക്കുകയാണ് ഇപ്പൊ അകത്ത്. അവിടെ എല്ലാം കുറെ ആനകൾ ഇപ്പൊ അത്യാവശ്യം ഓരോ കാഴ്ചകൾ വന്ന് അമ്പലത്തിനുള്ളിലേക്ക് കയറി അവിടെ ഓരോ പ്രോഗ്രാം. പൂരം എന്നൊക്കെ പറയുമ്പോ പിള്ളേരുടെ മനസ്സിൽ എപ്പോഴും തന്നെ ചോക്ക് മിഠായി, കറപ്പല്ലേ വെള്ളാക്കി കറപ്പില്ലല്ലോ അല്ലേ? ഇവിടെ മറ്റുണ്ടല്ലേ പുത്തമ്പരായിട്ട് സമ്മതിക്കുക പൂരം കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്. കുറച്ചുകൂടി ഉണ്ട്. അമ്പലത്തിനുള്ളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഇറങ്ങൽ തുടങ്ങി. വീട്ടിലേക്ക് പോകും. മകരപ്പത്ത് മഹോത്സവം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നാരായണ പൂര അതിമനോഹരമായി അടിപൊളിയായിട്ടുള്ള സംഭവമല്ല. പല പല സ്ഥലത്തു നിന്നാണ് പൂരങ്ങളൊക്കെ വന്നത്. ഓരോ ക്ലബ്ബുകാരായിട്ട് താഴേക്കാവിലാണെങ്കിൽ അവരെല്ലാരും വന്ന് ആനകളൊക്കെ തലപ്പൊക്കെ അടിപൊളിയായിരുന്നു. തലച്ചാറാനകളൊക്കെ വന്നു. ഈ നൈറ്റില് തമ്പോളൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി കഴിയും, കുറെ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറെ കാഴ്ച കാര്യങ്ങളൊക്കെ നടന്നു. അടിപൊളിയായിട്ടുള്ള സംഭവം തകർത്ത് അടിപൊളി. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, പ്രതീക്ഷയിൽ കൂടുതലായിരുന്നു. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.